ഞാനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഞാനാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആൾ ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ അള്ളാഹുവിനെ അറിയുന്ന മറ്റൊരാൾ ഇല്ല. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹിന്റെയും ഖലമിന്റെയും ഇൽമ് നബി തങ്ങളുടെ ഇൽമിൽ നിന്ന് ഒരു ചെറിയ ഇൽമ് മാത്രമാണ്. അത്രയും വലിയ ഇൽമിന്റെ കേന്ദ്രമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് തഅല്ലുമുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ. ഇൽമു പഠിക്കൽ അത് മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും നിർബന്ധമാണ്. എന്തെല്ലാം ഇൽമു? അൽ ഇൽമുൽ ഉഖ്റബി അൽ ഇൽമുദ് ദുന്യവി. എല്ലാ ഇൽമും നമുക്ക് പഠിക്കണം, എല്ലാ അറിവും നമുക്ക് പഠിക്കണം. അതാണ് നമ്മൾ ചെയ്യുന്ന സഹായത്തിൽ വെച്ച് ഏറ്റവും വലിയ സഹായം. അതുകൊണ്ട് തന്നെയാണ് 1978 ഏപ്രിൽ 18 തറക്കല്ലിട്ട് തുടങ്ങിയ മർക്കസു തഖാഫത്തി സുന്നിയ പ്രവർത്തനം ആരംഭിച്ച് ഇതുവരെ വന്നിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിൽ അല്ലാഹു തആല നമുക്ക് പൂർണ്ണമായ ഇഖ്ലാസ് തന്നതുകൊണ്ട്, അതുപോലെ അതിന്റെ സ്ഥാപകന്മാരായ ആളുകളുടെയും അതിന് സഹായിച്ചവരുടെയും ശരിയായ ഇഖ്ലാസും ദുആയും പ്രാർത്ഥനയും കൊണ്ടാണ് അല്ലാഹു നമുക്ക് ഈ സഹായങ്ങളൊക്കെ തരുന്നത്. ഈ വലിയ വലിയ മഹാന്മാരെല്ലാം നമ്മുടെ ഈ ചെറിയ പരിപാടിക്ക് വരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മുഅ്മിനീങ്ങളെ ദുആയാണ്, യതീമക്കളെ ദുആയാണ്. അനവ കാഫിറുൽ യതീമി കഹാതൈനി ഫിൽ ജന്ന, ഞാനും യതീമിനെ വളർത്തുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് പറഞ്ഞ് 2 വിരൽ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ യതീമായ മക്കളെ വളർത്തുക. അതേ പ്രകാരം ഫക്കു റഖബത്തിൻ ഔ ഇത്ആമൻ ഫീ യൗമിൻ ദീ മസ്ഖബത്തിൻ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. യതീമിനും മിസ്കീനും സഹായിക്കുക, ഭക്ഷിക്കുക, അവരെ പഠിപ്പിക്കുക, അങ്ങനെ ഇൽമു കൊടുക്കുക. ഇതെല്ലാമാണ് അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി ലഭിച്ചു. ഹിറാ പർവ്വത ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് വഹയി ലഭിച്ചു. അങ്ങനെ ഓടി വന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് പുതപ്പിട്ട് മൂടി തരണം. അങ്ങനെ അതാ ഫസമ്മലൂഹു, പുതപ്പിട്ട് മൂടിക്കൊടുത്ത്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് നബിയെ തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വഹയി ലഭിച്ച കഥ പറയുന്നു. ആ വഹയി ലഭിച്ച കഥ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞ കാലത്ത് 1,00,000-ൽ പരം അംബിയ മുർസലുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ അംബിയാക്കളുടെ ശത്രുക്കൾ ധാരാളമുണ്ടായി. സക്കറിയ നബി അലൈഹി സ്വലാമിനെ ഈർത്തുവിട്ട് കൊന്നുകളഞ്ഞു. ഒരുപാട് അംബിയാക്കന്മാരെ കൊന്നുപോകും. എന്നാൽ എന്റെ ഈ ദൗത്യം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന സംശയം അല്ലാഹുവിന്റെ റസൂലിന് പിറക്കുകയാണ്, ഹൃദയം പിടക്കുകയാണ്. ആ സമയത്ത് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറയുന്നു, വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം وتصدق الحديث وتصل الرحم وتعين على نوائب الحق. ഈ 4 കാര്യം ഒരു മനുഷ്യനിലുണ്ടായാൽ അവനെ അല്ലാഹു പരാജയപ്പെടുത്തൂല. ഒന്നാമത്തത് ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം, അനാഥകളുടെയും അഗതികളുടെയും കഷ്ടപ്പെട്ടവരുടെയും വിഷമങ്ങൾ തീർത്തുകൊടുത്ത് പാവങ്ങളായ ജനങ്ങളെ രക്ഷിക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. രണ്ടാമത്തത് വതസ്തുഖുൽ ഹദീസ്, കളവ് പറയില്ല. ലാ തക്ദിബു, കളവ് പറയില്ല, സത്യം മാത്രമാണ് പറയുന്നത്. മൂന്നാമത്തത് വതസിലുർ റഹിമ, കുടുംബത്തെ ചാർച്ചബന്ധത്തെ ചേർക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, കൂടാതെ സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ 4 കാര്യമുണ്ടായാൽ നബിയെ ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ലേ നമ്മുടെ മർക്കസ് കൊണ്ട് നാം ചെയ്യുന്നത്?
നാം എന്താണ് ഇതുകൊണ്ട് വേല സമ്പാദിക്കുന്നത്? ഭൗതികമായി നമ്മളൊന്നും സമ്പാദിക്കുന്നില്ല. ഭൗതികമായി ഒന്നും സമ്പാദിക്കാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുകയാണ്. മർക്കസിലുണ്ടായ കറാമത്തുകൾ, ഒരുപാട് കറാമത്തുകളുണ്ട്. ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല. കോഴിക്കോട് ടൗണിൽ നിങ്ങൾ വന്നു നോക്കിയാൽ കാണുന്ന ഏറ്റവും വലിയ കെട്ടിടം മർക്കസ് കോംപ്ലക്സ് ആണ്. ഇപ്പോൾ അടുത്തടുത്ത് ചിലതൊക്കെ വലുത് വരുന്നുണ്ട്. ആ കാലത്ത് വേറെയില്ല. ഈ മർക്കസ് കോംപ്ലക്സ് നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് സ്ഥലം കച്ചവടം ചെയ്തു. 1000 ഉറുപ്പിക എന്റെ കീസയിൽ നിന്നെടുത്ത് അഡ്വാൻസ് കൊടുത്ത് കച്ചവടം ചെയ്തു. പിന്നീട് 2 ലക്ഷം കൊടുത്ത് എഗ്രിമെന്റ് എഴുതി. പിന്നെ കൊടുക്കണം എത്ര? 56 ലക്ഷം. അന്നത്തെ 56 ലക്ഷം 20 കൊല്ലം മുമ്പുള്ള. എത്രയാണ് അതിന്റെ വലിപ്പം? സഹോദരന്മാര് ചിന്തിക്കുക. അങ്ങനെ ഞങ്ങളിവിടെ അബുദാബിയിൽ വന്ന്, ദുബൈയിൽ വന്ന്, പല സ്ഥലത്തും പോയി എല്ലാവരെയും കണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. അവധിയായി 2 ലക്ഷം റുപ്യ നഷ്ടപ്പെട്ടു പോവും. ഈ സ്ഥലവും നമുക്ക് കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് ഒരു ദിവസം ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. ഇശാ നിസ്കരിച്ച് അവിടെ കുറച്ചാളെ കണ്ടപ്പോ ഞാനൊരു 10 മിനിറ്റ് അറബിയിൽ സംസാരിച്ചു. എല്ലാവരും കേട്ടിരുന്നു. എല്ലാവരും പോയി. ഒരൊറ്റ വ്യക്തി അവിടെ വിത്തില് 11 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ അങ്ങ് നിസ്കരിച്ചിട്ട്, അപ്പൊ അയാൾ കൂടി പോകട്ടെ എന്നിട്ട് നമുക്ക് പോകാമെന്ന് വെച്ച് ഞങ്ങളവിടെ കാത്ത്. അയാൾ നിസ്കരിച്ച് വരുമ്പോ ഞങ്ങളെ വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അടുത്ത ബുധനാഴ്ച നിങ്ങൾ വരണം, നീ ഒറ്റക്ക് വന്നാൽ മതി, വേറെ ആരും വേണ്ട,